ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഡിന്നർ കോംബോ ആണ് കേട്ടോ. ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുവന്ന ലഞ്ച് ബോക്സിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസുമാണ് കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഇന്നൊരു കുറച്ചൊരു മടി പിടിച്ച ദിവസമായതുകൊണ്ട് ഇന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡിന്നറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. രണ്ട് ടൈപ്പിലുള്ള പിസ്സ ആണ് ഞാൻ കാണിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് രണ്ട് ടൈപ്പിലുള്ളത്, ഒന്ന് ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യണതും ഒന്ന് നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പിസ്സ ആണ് കാണിക്കുന്നത്. പിന്നെ ഫിഷ് ഫിംഗേഴ്സും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് നെക്കി കൊടുക്കുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഫിഷ് ഫിംഗർ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഫിംഗർ അല്ല, ഫിഷ് ഫില്ലറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീൻ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഫില്ലറ്റ്സ് ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ച ഫില്ലറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ പോക്കിയിട്ട് ഇതിൻ്റെ മീറ്റ് മാത്രം വരുന്ന ഫിഷ് ഫില്ലറ്റാണിത്. അപ്പോൾ ഇത് ഏത് മീനായാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കുക. എന്നിട്ട് അതിൽ മുള്ളില്ലാത്ത ഇങ്ങനത്തെ ഫ്ലഷ് മാത്രം ഉള്ളതായിരിക്കണം. എന്നിട്ട് അതിനെ ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വലുപ്പത്തിലാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ചെറുതാക്കിയിട്ട് നഗറ്റ്സിൻ്റെ വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കട്ടോ. പക്ഷേ അതൊക്കെ ഒരുപാട് നേരം പൊരിച്ച് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ അങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാനത് മുഴുവനായിട്ട് മുറിച്ചിട്ട് കാണിച്ചു തരാം. അത് മൊത്തത്തിലിപ്പോൾ ഞാൻ ആ നിങ്ങൾ കാണിച്ചു തന്ന മീൻ ഫുള്ളുമാണ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരാണ്. ഒറ്റ ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മീനാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ചിട്ടേ ഇടാൻ പാടുള്ളൂ. മീനിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരിയ ഉപ്പേ ഇടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ലെമണും ഈ ഒരു ഉപ്പും കൂടെ എല്ലായിടത്തും മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ വെക്കുക. ഇനി ഇതിന് വേറൊരു മസാല ഉണ്ടാക്കണം. ആ മസാല ഞാൻ ഒന്നിച്ച് ഉണ്ടാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനി നോക്കാം കേട്ടോ, എങ്ങനെയാണ് ആ ഒരു മസാലപ്പൊടി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ആ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡറാണ് എടുത്തത്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ. ഇതിൻ്റെയൊക്കെ പേസ്റ്റ് ഇട്ടാലും മതി കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ തന്നെ ക്യുമിൻ പൗഡർ, ജീരകപ്പൊടിയാണ് ഇട്ടത്. 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്കയാണത്, അതും 1/2 ടേബിൾ സ്പൂണാണ് ഇട്ടത്. പിന്നെ വേണ്ടിയ കുരുമുളക് പൊടിയാണ് 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഞാൻ ഒറിഗാനോ ഇട്ടാണ്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേസിൽ, നമ്മളെ തുളസിൻ്റെ ഇല ഉണക്കിയതാണത്, അതും 1/4 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര വേണം, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉപ്പ്. ഉപ്പ് പിന്നെ പറയാണ്, മറ്റേ നമ്മൾ മീനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഉപ്പിടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു മസാല ഇതൊരു അറബിക് മസാലയാണ്. അറബിക് എന്ന് പറഞ്ഞുകൂടാ, നമുക്കൊരു എന്താ പറയുക, ഒരു നമ്മളെ ഇന്ത്യൻ മസാല അല്ല. ഈ ഒരു മസാല എന്ന് പറയുന്നത് പുറത്തേക്കുള്ളൊരു മസാലയാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് വേണമെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാനും കിട്ടും കേട്ടോ, റെഡിമെയ്ഡൊക്കെ മസാല ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഗാർലിക് പൗഡറിൽ കട്ടയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനുണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാല എന്ന് പറയുന്നത്. നമ്മൾ പുറത്ത് നമ്മൾ ബ്രോസ്റ്റഡ് ഇതൊക്കെ വാങ്ങിക്കുന്നില്ലേ, അതിൻ്റെ ആ ഒരു മസാലയാണ് ഇത് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അങ്ങനത്തെ നമ്മളെ ഇന്ത്യൻ ടേസ്റ്റ് അല്ല. അപ്പോൾ അതായത് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു മുട്ടയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കേട്ടോ. ഇനി ഈ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ഫോർക്കോ സ്പൂണൊറ്റം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അത് കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പൊടി ഇട്ടിട്ട് ഇതാക്കുന്ന സമയത്ത് മുട്ട കട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് മൈദ ആണ്. 1/2 കപ്പ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു സുമാറൊക്കെയാണ് ഇടുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണിത്, നമ്മളെ വറുത്ത പച്ചരിപ്പൊടി ഇല്ലേ, അതാണ് പത്തിരിപ്പൊടി എന്ന് പറയുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ കോൺഫ്ലവർ എടുക്കുക. പിന്നെ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചെറിയ രീതിയിലേ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഒരു 1/2 കപ്പ് പാലും കൂടെ എടുക്കുക. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പാലിന് അങ്ങനെ ഒരു കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. എത്രയാണോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ആദ്യം എടുത്തത്. അത് കുറേശ്ശായിട്ട് നന്നായിട്ട് കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ വെള്ളമോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടി എന്ന് പറയുന്നത്, നമ്മളൊരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കലക്കിയെടുക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ, ഒരു വല്ലാണ്ട് ലൂസും അല്ല എന്നാൽ വല്ലാണ്ട് കട്ടിയല്ലാത്ത ഒരു പാകം.
ആ ഒരു പാകത്തിലുള്ള മാവ് പോലെയാണ് ഇതാക്കിയെടുക്കേണ്ടത്. ഇത് നമുക്ക് ആ ഒരു മീൻ മുക്കി പൊരിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ മുക്കണ സമയത്ത് വല്ലാണ്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മളെ മീനിൻ്റെ മേലെ ഇത് പിടിക്കൂല. ഇതിങ്ങനെ മീനിൻ്റെ മേലെ കോട്ട് ചെയ്ത് നിൽക്കാണ്ട് ഇതങ്ങ് ഒലിച്ചു പോകും. അതുകൊണ്ടാണ് ഇത്തിരി കട്ടിയിൽ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ അതിനൊരു കോട്ടിംഗ് പൗഡർ വേണം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് മൈദ തന്നെയാണ് ഞാൻ എടുത്തത്. ഇനി അതിൻ്റെ പകുതി 1/4 കപ്പ് കോൺ മീലാണ് ഞാൻ എടുക്കുന്നത്. കോൺ പൗഡർ എന്ന് പറയുന്നത് പൊടിച്ചെടുക്കുന്നതാണ്. നമ്മൾ കോൺഫ്ലോർ അല്ല കേട്ടോ ഇത്. നമ്മളെ ഉണങ്ങിയിട്ടുള്ള കോൺ പൊടിച്ചെടുക്കുന്നതാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ബ്രെഡ് ക്രംസ് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പം ബ്രെഡ് ക്രംസും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കോൺഫ്ലാക്സ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. കോൺഫ്ലാക്സ് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ കോൺമീൽ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് കെച്ചപ്പാണ് എടുക്കുന്നത്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി പീസി പിസ്സ സോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്താ പറയുക, എളുപ്പവഴി കേട്ടോ. എളുപ്പവഴിയിൽ ഉണ്ടാക്കുന്ന ഒരു പിസ്സ സോസ്. അപ്പോൾ ഒരു 1/4 കപ്പോളം ഞാൻ കെച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ടൊമാറ്റോ പേസ്റ്റ്. അതാണ് അത്ര തന്നെ ക്വാണ്ടിറ്റി കേട്ടോ. 1/4 കപ്പ് തന്നെ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിസ്സ സോസൊക്കെ ഉണ്ടാക്കണ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് പിസ്സ സോസ് ഉണ്ടാക്കുക എന്നുള്ള ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഇൻസ്റ്റൻറ്റ് പിസ്സ സോസാണ് ഇത്. അപ്പോൾ ശരിക്കുള്ള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണൊക്കെ വേണം ഒറിഗാനോ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ബേസിൽ എന്ന് പറഞ്ഞിട്ടുള്ള തുളസിൻ്റെ ഇല, അത് ഉണക്കിയത്, അതും 1/2 ടീസ്പൂൺ തന്നെ, അതും കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നിർബന്ധമാണ്. നമുക്ക് ഈ ഒരു പിസ്സൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ ഇതാണല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും അറിയണമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ലേശം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറുതായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ സോസ് ഇവിടെ റെഡി ആയിന്. എത്ര എളുപ്പമല്ലേ. നമ്മൾ ഉള്ളി അരിയണ്ട, തക്കാളിയൊന്നും ഇതൊന്നും എല്ലാം കൂടെ ഇട്ട് വേവിച്ചിട്ട് വറ്റിച്ചെടുത്ത് മിക്സിയിൽ അരച്ചെടുക്കൊന്നും വേണ്ടിയില്ല. ഇത് ഈസി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പിസ്സ സോസ്. അപ്പോൾ നമ്മളെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിന്. ഇപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 രീതിയിൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് ഞാൻ ബേക്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, ഒന്ന് പാനിലുള്ളതും. അപ്പം ബേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിന്നെ ട്രേയിൽ ഒരു ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. ഇത് വലിയ ടൈപ്പ് ബ്രെഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആയാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഇല്ലാണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല അടുപ്പിച്ച് ഗ്യാപ്പ് ഇല്ലാണ്ട് വെച്ച് കൊടുക്കുക ഇതേപോലെ. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഒരു പിസ്സ സോസ് ഒന്ന് കുറേശ്ശെ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ബ്രെഡ് ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ബാക്കി പകുതി നമുക്ക് മറ്റേ പിസ്സക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പകുതിയാണ് ഇപ്പോൾ ഞാൻ ഇതിലെടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ബ്രെഡിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഇത് മയോണീസാണ്. ഇതാണ് കേട്ടോ, നമ്മൾ റെഡിമെയ്ഡ് മയോണീസാണ് ഞാൻ വാങ്ങിച്ച. ഗാർലിക് സോസ് അല്ല, മയോണീസാണ്. അത് ഞാനൊരു ഐസിങ് ബാഗിലേക്ക് ആക്കിയതാണ്. എന്നിട്ടിത് ഈ ഒരു ബ്രെഡിന് ഫുള്ളായിട്ടൊരു ബോർഡർ പോലെ ഇങ്ങനെ അറ്റത്ത് കൂടെ ഒന്ന് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ ഒരു എന്താ പറയുക ഒരു ബോർഡർ പോലെ, ഇപ്പുറത്തേക്ക് ചാടി പോകാണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ബോർഡർ പോലെ നന്നായിട്ട് ഈ ഒരു മയോണീസ് തേച്ച് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ നടുവിൽ ഇട്ട് കൊടുക്കുന്ന ചീസ് ഉണ്ടല്ലോ, അത് മെൽറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മെൽറ്റ് ചെയ്ത് ഈ ഒരു ബ്രെഡിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രെഡിന് ഒരു ഹാർഡായി പോകും. അടിയിലുള്ള ബ്രെഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടൂല, ഭയങ്കര ഹാർഡായി പോകും, കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡർ വെച്ച് കൊടുത്തത്. ഇനി ഇതിൻ്റെ നടുവിൽ ഫില്ലിംഗ് ആയിട്ട് ഉള്ളിൽ നിറച്ച് നമ്മൾ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, ഇതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞാൻ ആകെ ഒരു തക്കാളി മാത്രമേ ഇതിലിടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റം വരുത്തിയിട്ട് എടുക്കാം. അപ്പോൾ അത് നിറച്ച് മൊസറല്ല ചീസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് കഴിയുന്ന പണിയാണ് കിട്ടത് മൊത്തം. ഇനിയിപ്പോൾ ഞാനിത് കുറച്ച് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് വട്ടത്തിൽ. അതിൻ്റെ വെള്ളം ഒന്ന് പോക്കിയിട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കേണ്ടത്. ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കോട്ടണിലോ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അടിയിലുള്ള നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ വെച്ചാൽ അതങ്ങ് സോക്കായി പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം പോക്കിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഒറിഗാനോ ഇതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കുക. ഒറിഗാനോ മാത്രം മതി, നിറച്ചൊന്ന് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് ഉണക്കമുളകിൻ്റെ ചതച്ചതില്ലേ, നമ്മളെ റെഡ് ചില്ലി ഫ്ലേക്സ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് എരിവൊന്നും ഇല്ലാത്ത ഒരു ഇതാണ്, കാണാൻ ഭംഗി അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഉപ്പ്, ആ ഒരു തക്കാളിൻ്റെ മേലെ മാത്രം ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. ചില തക്കാളി തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ്. വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലല്ലോ.
ഇനിയിപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 200 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പിസ്സ പാനിൽ ഉണ്ടാക്കുന്ന പിസ്സ ആണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു അരക്കപ്പ് പാലൊഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. 3 മുട്ടയ്ക്ക് അരക്കപ്പ് പാല്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒരു 5 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് സ്ക്വയറിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് വലിയ ടൈപ്പ് ബ്രെഡാണ് കേട്ടോ. ഇവിടെ കിട്ടുക അങ്ങനത്തെ വലിയ ടൈപ്പാണ്. അപ്പോൾ നാട്ടിലത്തെ ചെറിയ ടൈപ്പൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6-8 ബ്രെഡൊക്കെ വേണ്ടി വരും ഈ ഒരു അളവിലേക്ക്. അപ്പോൾ അത് നന്നായിട്ട് എന്നിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു മുട്ട നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് ഈ മുട്ട ഇത് സോക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഫുള്ള് സോക്കാവുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് നമുക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മുട്ടയിൽ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാനുള്ള പാൻ എടുക്കുക. ഏത് പാനിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാൻ എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിലായാലും പ്രശ്നമില്ല. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. എന്നിട്ട് ആ ഒലിവ് ഓയിൽ നിറച്ച് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ എല്ലായിടത്തും ആ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കുക. ആ ഒരു ബ്രെഡും മുട്ടയും ഇപ്പം തന്നെ ഉണ്ട്. ആ ഒരു ബ്രെഡ് ഫുള്ളായിട്ട് അങ്ങ് സോക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ആ സോക്ക് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഇതിൽ വെച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ആ ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടണമെങ്കിൽ ആ ബ്രെഡിൻ്റെ ഇടയിലൊന്നും ഗ്യാപ്പ് വരാനും പാടില്ല കേട്ടോ. അത് ആ ഒരു ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നല്ല പ്രസ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിസ്സ സോസ് ഉണ്ടല്ലോ അതാണ് പറ്റി കൊടുക്കേണ്ടത്. ഈ പിസ്സ സോസ് അടിയിലേക്ക് പോകാൻ പാടില്ല. മേലെ മാത്രം വരുന്ന രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മേലെ മാത്രം. അപ്പോൾ ഞാനത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാണ് ഞാൻ ഈ ഉണ്ടാക്കിയ പിസ്സ സോസ് 2 പിസ്സക്കുള്ളതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ മയോണീസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. കാരണം ഇത് അങ്ങനെ ഈ പാനാണല്ലോ, ഇതിങ്ങനെ പുറത്തേക്ക് വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ മൊസറല്ല ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നേരത്തെ വെച്ച പോലെ തന്നെ കുറച്ച് തക്കാളിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തക്കാളിക്ക് പുറമെ നിങ്ങൾക്ക് ക്യാപ്സിക്കം, ഒലീവ്സ്, പിന്നെ മഷ്റൂം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. ചിക്കന് അല്ലെങ്കിൽ ഒലീവ്സിൻ്റെ കൂടെ എന്താ പറയുക നമ്മൾ ഗ്രീൻ ചില്ലി എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ ഇടാം. ഇപ്പോൾ ചെറുതായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ മുളകൊന്നും ഇടുന്നില്ല കേട്ടോ. ഒറിഗാനോ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി മൂടിയിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ആ ഒരു ഫിഷ് ഫിംഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണ്. ഫിഷ് ഫിംഗർ എന്നും പറയും, ഫില്ലറ്റ് എന്നും പറയും. എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ചെറിയൊരു മാറ്റത്തിലെ വ്യത്യാസമുള്ളൂ. ചെറുതായിട്ടൊരു എന്തെങ്കിലും ചെറിയ രീതിയിലൊരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിലൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും എടുക്കുക. ഫിഷ് ഫിംഗറായിട്ട് നീളത്തിൽ മുറിച്ചതും ഉണ്ട്, ഒത്തിരി വലുപ്പത്തിൽ മുറിച്ചതുകൊണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിംഗർ എന്നും പറയാം ഫില്ലറ്റ് എന്നും പറയാമെന്നുള്ളത്. അപ്പോൾ ആദ്യം ആ മാവിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ആ പൗഡറിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൗഡറിലേക്ക് ഇടുക. എന്നിട്ട് ആ പൗഡർ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ പൗഡർ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുടഞ്ഞെടുക്കുക കേട്ടോ. ഒന്ന് കുടഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ആയാലും മതി കേട്ടോ. നിങ്ങളെ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് 2 പ്രാവശ്യം കോട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 2 ചെയ്യാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ആ മാവിൽ മുക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ആ ഒരു പൊടിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ആയാലും കുഴപ്പമൊന്നുമില്ല. 1-2 പ്രാവശ്യം ചെയ്തെന്ന് വെച്ചാൽ രണ്ടിലും വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പുറമെയുള്ള ആ ഒരു മാവിന് ടെക്സ്ചർ ഒത്തിരി കട്ടി കൂടും 2 പ്രാവശ്യമാണെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരിയതായിട്ടാണ് ഉണ്ടാവുക. അത്രേ ഉള്ളൂ. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ട്രിപ്പിനേക്കുള്ളത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ പിസ്സയും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ സിമ്മിലാണ് പിസ്സ വെച്ചത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ ഫിഷ് ഫിംഗർ ഇട്ട് കൊടുക്കുക എല്ലാത്തിൻ്റെ. എന്നിട്ടൊരു മീഡിയം തീയിലാണ് പൊരിച്ചെടുക്കേണ്ടത്. ചെറിയ തീയാക്കി വെക്കരുത് കേട്ടോ. ഫിഷ് പൊരിക്കുന്ന സമയത്ത് ഇത്തിരി തീ വേണം. അല്ലാഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ പുറമേയുള്ള മാവൊക്കെ അങ്ങ് ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ക്രിസ്പി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കാൻ പോകാൻ പാടുള്ളൂ. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്. പിന്നെ ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് നിൽക്കൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ചിക്കനെ പോലെയല്ല ഫിഷ് എന്ന് പറയുന്നത്. ഫിഷ് വേഗം പെട്ടെന്ന് തന്നെ തണുത്ത് പോകും. ഉള്ളത്തെ അതിൻ്റെ മീറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തണുത്ത് പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് നിൽക്കില്ല. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്.
പക്ഷേ ചൂടാറിക്കഴിഞ്ഞാൽ ഇത് പൊരിച്ച് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കഴിക്കാൻ നേരത്ത് പൊരിക്കലാണ് ഏറ്റവും നല്ലത്. കോട്ട് ചെയ്തൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തിന്നണതിൻ്റെ കുറച്ച് മുന്നേ പൊരിച്ചാൽ മതി. അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇതിനി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഇത് തണുത്ത് പോയി എന്ന് പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് പൊരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ബാച്ചിനുള്ളത് ഇങ്ങനെ കോട്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കഴിക്കാനുള്ള സമയമായിരുന്നു, അതുകൊണ്ടാണ് ഈ ലാസ്റ്റിലേക്ക് ഇത് വെച്ചത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ ഇവിടെ ഈ ആൽബേക്കിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു ടേസ്റ്റാണ് ഏകദേശം. ഇവനായിട്ട് ആ ടേസ്റ്റ് അല്ല, എന്നാൽ ഏകദേശം ഓൾമോസ്റ്റ് ആ ടേസ്റ്റാണ്. നല്ല ഇതിൽ തിന്നാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. എന്നാൽ ഇങ്ങനത്തെ മീനായതുകൊണ്ട് തന്നെ ഒരുപാട് വേറൊരു മീനിൻ്റെ ഒന്നൊരു ഫ്ലേവറോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഫിഷ് ഫിംഗർ ഉണ്ടാക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മളെ പിസ്സ പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചത്. അപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ ഭംഗിനെ പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, സിമ്പിളായിട്ട് രാവിലെ മക്കൾക്കൊക്കെ കൊടുത്തേക്കാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കാൻ പണിയില്ല. അതേപോലെ തന്നെ ബ്രെഡ് വെക്കുക, കുറച്ച് ചീസും വെച്ച് കൊടുക്കുക. ആ ഒരു പിസ്സ സോസ് കെച്ചപ്പും ടൊമാറ്റോ പേസ്റ്റും മാത്രം മതി. പെട്ടെന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇനിയിപ്പോൾ ഇത് തലേന്ന് ചെയ്ത് വെച്ചാലും നല്ലത് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറാനൊന്നും പോണില്ല. ഇതിപ്പോൾ നമ്മളെ പാനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പീസാണിത്. അപ്പോൾ പാനിലുള്ളതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ. അപ്പോൾ ആ ചീസൊക്കെ മെൽറ്റായിട്ട് ടൊമാറ്റോ ഒന്ന് അതിൻ്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ ഓവനിലുണ്ടാക്കിയ പിസ്സ എന്ന് പറയുന്നത് ബ്രെഡിൻ്റെ കൂടെ നമ്മൾ മുട്ട ചേർത്തിട്ടില്ല. ഇത് മുട്ട ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിൻ്റെ ടേസ്റ്റ് വേറെയാണ്, അതിൻ്റെ ബേസും ടേസ്റ്റ് വേറെയാണ്. അതാണ് ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചത്. ഇത് രണ്ടും സെയിം തന്നെയല്ലേ നിങ്ങൾക്ക് തോന്നിപ്പോണ്ട. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിയിൽ നമ്മൾ മുട്ടയും ബ്രെഡും കൂടെ ചേർത്തുകൊണ്ട് തന്നെ ശരിക്കും നമ്മളൊരു എന്താ പറയുക, നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കുന്നില്ല, ബ്രെഡ് പോള അങ്ങനെയൊക്കെ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ബേസിൽ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. നമ്മൾ ബ്രെഡ് പോളൊക്കെ കഴിക്കുന്ന പോലെയാണ് ഇതുണ്ടാവുക. മറ്റേതാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു പിസ്സൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് മറ്റേത് വരെ. ഇത് അടിയൊന്നും കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ, നല്ല കറക്റ്റ് പാകത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അടി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകണ ബ്രെഡ് പോളൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുക ഇത്. മറ്റേത് എന്ന് പറഞ്ഞാൽ നമ്മളെ പിസ്സൻ്റെ ശരിയായ പിസ്സൻ്റെ ഏകദേശം ആ ടേസ്റ്റ് തന്നെയാണ് മറ്റേത് നമ്മൾ ഓവനിൽ ചെയ്തത്. അപ്പോൾ നമ്മളെ ഫിഷ് ഫില്ലറും ഫില്ലറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 പ്ലേറ്റിലാക്കിയിട്ട് വിളമ്പി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ കാണിച്ച നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ആരും ഒന്ന് തംസപ്പ് നിൽക്കാൻ മറന്നുകൊണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ വിളമ്പുന്ന ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിത് മുറിച്ചെടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്, സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. മറ്റേതും ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാനായാലും അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഇന്ന് കാണിച്ച ഈ ഒരു 3 ഐറ്റം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.